അന്നുള്ള ഒറീസി അല്ല ഇന്ന്. ഇന്ന് വളരെയധികം ഫണ്ടമെന്റലിസ്റ്റും അതുപോലെ തീവ്രവാദികളും പോളറൈസ്ഡ് ആയി നമ്മളെ വേറെ വിധത്തിൽ നോക്കി കാണുന്നു. അവർക്കൊരു ത്രെട്ടായിട്ട് കാണുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ഗ്രൂപ്പ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. കുറച്ച് വർഷങ്ങൾക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റെയിനെയും 2 മക്കളെയും ചുട്ടുകരിച്ചത് ഈ രൂപതയിൽ വെച്ചാണ്. വെല്ലുവിളികളുണ്ട്. ഇപ്പോഴും നമ്മുടെ അച്ഛന്മാരെയും അതുപോലെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ഇവർ ആ വിധത്തിൽ കാണുകയും ചിലപ്പോഴൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അഭിവന്യ വർഗീസ് തോട്ടങ്കര പിതാവാണ്. പിതാവ് വിൻസെൻഷ്യൻ സഭാംഗം, അതായത് വിൻസെൻ്റ് ഇപ്പോൾ നേരിട്ട് സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ സഭയിലെ അംഗമാണ്. എറണാകുളം രൂപതയിൽ തോട്ടുവയിൽ ജനിച്ചു വളർന്ന അഭിവന്യ തോട്ടങ്കര പിതാവ് ഇന്ന് ഇന്ത്യയിലെ ഒറീസയിലെ ബാലേശ്വർ രൂപതയുടെ പിതാവായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. വെൽക്കം പിതാവേ, ഈ ചെറിയൊരു ഇൻ്റർവ്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. അഭിവന്യ വർഗീസ് പിതാവേ, അങ്ങയുടെ ജീവിതയാത്രയിൽ പ്രേക്ഷകർക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടാവും. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച്, അങ്ങയുടെ ദൈവവിളിയെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? ഓക്കെ, ഞാൻ എറണാകുളം രൂപതയിലെ തോട്ടുവ ഇടവകയിൽ ജനിച്ചു വളർന്ന് 10ാം ക്ലാസ് പഠനത്തിന് ശേഷം എൻ്റെ കസിനായിരുന്ന ഒരച്ഛൻ, ബേസിൽ തോട്ടങ്കര എന്ന അച്ഛൻ ഒറീസയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുക്കുകയെല്ലാം ചെയ്തപ്പോൾ എനിക്കും ഒരു മിഷണറി വൈദികനാകണം അദ്ദേഹത്തെ പോലെ എന്നുള്ള താല്പര്യം തോന്നി. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നെയും എൻ്റെ കസിനായ സെബാസ്റ്റ്യൻ തോട്ടങ്കര അച്ഛനെയും ഞങ്ങൾ രണ്ടുപേരെയും റിക്രൂട്ട് ചെയ്ത് ഒറീസയിലേക്ക് കൊണ്ടുപോയി. ഒറീസയിലായിരുന്നു ആദ്യ പരിശീലനം. എല്ലാം മൈനസ് സെമിനാരി, ഫിലോസഫി, നോവിഷ്യറ്റ്, അങ്ങനെ 7 വർഷം ഒറീസയിൽ പരിശീലനം കഴിഞ്ഞ് പിന്നെ കേരളത്തിൽ വന്ന് ആലുവ സെൻറ്റ് ജോസഫ്സ് മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജി പഠിച്ചു. തിയോളജി പഠനത്തിന് ശേഷം 1987 ജനുവരി 6-ാം തീയതി കാർഡിനൽ പടിയറയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. ആ തോട്ടുവായിൽ വെച്ചായിരുന്നു. അഭിവന്യ കർദിനാൾ ആന്റണി പടിയറിൽ നിന്ന് പട്ടം സ്വീകരിക്കാൻ അങ്ങ് ലാറ്റിൻ രൂപതയ്ക്ക്, ലാറ്റിൻ സഭയിൽപ്പെട്ട, അതെ, ലാറ്റിൻ സഭയിൽപ്പെട്ട ഒരു കോൺഗ്രിഗേഷൻ അംഗമായിരുന്നെങ്കിലും ഞങ്ങൾ ഒറിജിനലി എറണാകുളത്ത് നിന്നായതുകൊണ്ട് ഞങ്ങൾക്ക് അനുവാദം തന്നു, നിങ്ങളുടെ തന്നെ രൂപതകളിൽ പട്ടം സ്വീകരിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എറണാകുളത്തെ പിതാവിനെ സമീപിച്ചു. അദ്ദേഹം സമ്മതിച്ചു. എറണാകുളത്ത് വന്നിട്ട് അധികം ആയിട്ടുണ്ടായില്ല പടിയറ പിതാവ്. അപ്പോൾ അദ്ദേഹം തോട്ടുവ സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടിയായി. അങ്ങനെ തോട്ടുവ പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട് നടന്ന പട്ടസ്വീകരണമായിരുന്നു ഞങ്ങളുടേത്. പട്ടം സ്വീകരിച്ച് കഴിഞ്ഞ് പിന്നെ ആദ്യം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അയച്ചത് ഒറീസയിലേക്ക് തന്നെയാണ്. ഒറീസയിൽ അവിടെ തന്നെ വൈദ്യ പരിശീലനം നടത്തിയത് കൊണ്ട് ഭാഷയെ കുറച്ച് അറിയാമായിരുന്നു. അവിടെ ചെന്ന് ആദ്യം ഒരു മുനികുട എന്നൊരു ഇടവകയിൽ ജോലി ചെയ്യാനായിട്ട്, അത് വളരെയധികം ഉള്ളം പ്രദേശമായ ആദിവാസികളായി ജീവിക്കുന്ന വളരെയധികം വിസ്തൃതമുള്ള എന്നാൽ ഒട്ടും ഡെവലപ്പ് ചെയ്യാത്ത, അതുപോലെ തന്നെ മിക്കവാറും ഗ്രാമങ്ങളിൽ കാൽനടയായിട്ട് നടന്ന് ചെന്ന് എത്തേണ്ടത് 5-6 മണിക്കൂർ മലകളെല്ലാം കയറി ഇറങ്ങി പോയി അവരെ ശുശ്രൂഷിക്കേണ്ട അപ്രകാരമുള്ളൊരു ഇടവകയായിരുന്നു. അവിടെ ഒരു ആദ്യത്തെ വർഷം ജോലി ചെയ്തു. പിന്നീട് വേറൊരു ആദിവാസി വർഗമായ സവര സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പിന്നീട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അത് ക്രൈസ്റ്റ് നഗർ അല്ലെങ്കിൽ ഒളഡ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെയാണ് ഞാൻ സേവനം ചെയ്തത്. അവിടെയും അങ്ങനെ ഒരു 3.5 വർഷം ഒറീസയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എത്യോപ്യയിൽ സെമിനാരിയിൽ മൈനസ് സെമിനാരിയൻസിനെ പഠിപ്പിക്കുവാനായിട്ട് ഒരാളെ അന്വേഷിക്കുന്നുണ്ട്, അച്ഛന് പോകാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ മതത്തോട് പറഞ്ഞു, ഞാൻ ഒരു അംഗമായിരിക്കുന്നത് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി എവിടെ അച്ഛൻ എന്നെ അയക്കുന്നു അവിടെ ഞാൻ പോകാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്നോട് പെട്ടെന്ന് പാസ്പോർട്ട് മറ്റെല്ലാം തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എത്യോപ്യയിലേക്ക് പോകുന്നത്. പിതാവ് അവിടേക്കുള്ള കാര്യത്തിന് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. പിതാവ്, നമ്മൾക്കറിയാം നീണ്ട പരിശീലനങ്ങൾക്ക് ശേഷം
ഒരു പുരോഹിതനായി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണം. പക്ഷേ ഒരു മിഷണറി പ്രദേശത്ത് അജപാല രംഗം ആരംഭിക്കുമ്പോൾ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഉള്ളേരിയായിട്ടുള്ള സ്ഥലത്ത് മലമ്പ്രദേശങ്ങൾ, അപ്പം അന്ന് അനുഭവിച്ച ആ ഒരു വെല്ലുവിളികൾ, ചലഞ്ചസ് അതെന്തായിരുന്നു? അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? പട്ടം കിട്ടി ആ ഒരു തീക്ഷ്ണതയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ശുശ്രൂഷ, ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. അന്ന് അനുഭവപ്പെട്ട വെല്ലുവിളികൾ, അതിനെ അതിജീവിച്ച രീതികൾ. ഞങ്ങളുടെ പരിശീലനം ഒറീസയിൽ തന്നെ ആയതുകൊണ്ട് പല വൈദികരും ഉള്ളം പ്രദേശത്തു നിന്നും ഇടവുകളിൽ നിന്നും മിഷൻ സ്റ്റേഷനിൽ നിന്നും വരികയും അവരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനെ വളരെ ആകാംക്ഷയോടും പ്രതീക്ഷയോടുമാണ് ഞങ്ങൾ കാത്തിരുന്നത്. അതല്ലാതെ പേടിപ്പിക്കുന്ന ഒന്നായിട്ടല്ല. വെല്ലുവിളികളുണ്ടെന്നറിയാം, നടന്നു പോകണം. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മലമ്പനി പിടിക്കും എന്നുള്ളതും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. വന്യമൃഗങ്ങളുള്ള സ്ഥലമാണെന്ന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലോട്ട് പോകുന്നത് ഇന്നൊക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അവിടെ ചെല്ലണമെങ്കിൽ കാൽനടയായിട്ട് മണിക്കൂറുകളോളം നടന്ന് ചെല്ലണം. ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ അവരോടൊപ്പം യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത വിധത്തിൽ അവരോടൊപ്പം വസിക്കണം എന്നുള്ളതെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, പക്ഷെ വളരെ സന്തോഷമാണ് തോന്നിയത്. ഞാൻ ആദ്യം ചെന്ന ഇടവകയിൽ വികാരിച്ചനായിട്ടിരുന്ന, അപ്പോൾ ആ ഇടവക പള്ളി ഉള്ളിടത്തുനിന്ന് ഒത്തിരി ദൂരെയാണ്, 35-40 കിലോമീറ്റർ ദൂരെയാണ് ഈ ഗ്രാമങ്ങളുള്ളത്. 35 ഗ്രാമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയം ഞാൻ പറയും, നമ്മളിവിടെ 2 അച്ഛന്മാർ ഇവിടെ ഇരിക്കുന്നതിനെ കൂടുതൽ ഞാൻ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകട്ടെ, അവിടെ പോയി യുവാക്കളെയൊക്കെ കാറ്റഗിസം പഠിപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറയും. പലപ്പോഴും അച്ഛൻ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ച് ഓർത്തും ആരോഗ്യത്തെക്കുറിച്ച് ഓർത്തും നമ്മൾ ഗ്രാമസന്ദർശനത്തിന് വർഷത്തിൽ 2 പ്രാവശ്യം പോയാൽ മതി, ബാക്കിയുള്ള സമയത്ത് അവിടെ കാറ്റഗിസ്റ്റുമാരുണ്ട്, അവർ ചെയ്തോളും എന്ന് പറഞ്ഞ് പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ കൂടെ ആവശ്യപ്പെടുകയും കിട്ടുന്ന അവസരങ്ങൾ വരുമ്പോൾ എനിക്ക് പോകുന്നതാണ് താല്പര്യം. ഈ ചെറുപ്പകാലത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലല്ലേ ഭാവിയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷം ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ഛൻ എന്നെ അനുവദിക്കും. അപ്പം ഞങ്ങളൊരു ടീമായിട്ടാണ് പോകാറുള്ളത്. സിസ്റ്റേഴ്സിൽ നിന്ന് 2 പേര് വരും, ഒരു കാറ്റഗിസ്റ്റ് ഉണ്ടാകും, പിന്നെ ഞാൻ അങ്ങനെ 4 പേര് ഞങ്ങൾ പോകും. ആ കൂട്ടത്തിൽ ഓരോ ഗ്രാമത്തിലെ എന്താണ് അവിടെ ചെയ്തിരുന്നത്? ഏത് പ്രദേശത്ത് ഗ്രാമങ്ങൾ ചെല്ലും. അപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രാമങ്ങളിൽ ചെല്ലുന്നു. അപ്പോൾ മിക്കവാറും ഗ്രാമങ്ങളിൽ ഒന്നുകിൽ അവർ കാറ്റക്കുമെൻസ് ആണ്, അതായത് നമ്മളുടെ വിശ്വാസത്തിലോട്ട് അതായത് വിശ്വാസികളാണ്, ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു, പക്ഷേ ജ്ഞാനസ്നാനപ്പെടാനും മറ്റുള്ള ഈ കൂതാശകൾ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ. കാരണം അവർക്ക് 2-3 വർഷമെങ്കിലും ശരിക്കും വിശ്വാസ പരിശീലനം കൊടുത്താലാണ് മാമോദിസ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമം അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ വിശ്വാസം സ്വീകരിച്ചിട്ട് കുറേ വർഷങ്ങളായവരുണ്ട്. അപ്പോൾ ഒന്ന് മതബോധനം, അതായത് 2 അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിയും. ഞാൻ കൂടുതലും അവിടെയുള്ള വിശ്വാസികൾ, ഇപ്പോൾ കുമ്പസാരിക്കാനുള്ളവരുണ്ടെങ്കിൽ കുമ്പസാരിക്കാൻ വേണ്ടി ഇപ്പോൾ ചെല്ലുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ദിവസം ഞങ്ങൾ ചിലവഴിക്കാറ്. അതിന് ഗ്രാമവാസികളെ കിട്ടുക മിക്കവാറും വൈകിട്ടാണ്. അവർ മുഴുവൻ കാടുകളിൽ പോയി തേൻ കളക്ട് ചെയ്യാനും ഫലവൃങ്ങൾ കളക്ട് ചെയ്യാനൊക്കെ പോകുന്നവരാണ്. അവർ തിരിച്ച് വരുന്ന സന്ധ്യ നമ്മൾ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയാലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്തിയാലും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി വൈകിട്ട് വരെ കാത്തിരിക്കും. വൈകിട്ട് ഇവരെല്ലാവരും വരുമ്പോൾ ഞാൻ ഈ മാംസം സ്വീകരിച്ചവരുണ്ടെങ്കിൽ കുമ്പസാരിക്കാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. കാറ്റഗിസ്റ്റ് വീടുകളിൽ പോയി വല്ല വഴക്കുകളോ ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചേർക്കാനോ റീകോൺസിലേഷനൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. സിസ്റ്റേഴ്സ് യുവതികളെ വിളിച്ചുകൂട്ടി അവരെ കാറ്റഗിസം പഠിപ്പിക്കുകയും പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ എൻ്റേതായിട്ടുള്ള കൂതാശകൾ സ്വീകരിക്കാനുള്ള കഴിഞ്ഞാൽ പിന്നെ യുവാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഞാനും മതബോധനം നടത്തിക്കൊണ്ടിരിക്കും. ഒപ്പം അതോടൊപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു? ഉദാഹരണം പറഞ്ഞാൽ ബേസിക് നീഡ്സ്, ചികിത്സാ രംഗങ്ങൾ, സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഫീൽഡുകൾ. ഇത് ഗ്രാമങ്ങളിലല്ല, അത് ഞങ്ങളുടെ പാരീഷ് ഇരിക്കുന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സ് ഡിസ്പെൻസറി നടത്തുന്നു. അതോടൊപ്പം ഒരു ഗ്രഹണി ട്രെയിനിങ് എന്ന് പറയും, അതായത് ഒരു വിദ്യാഭ്യാസമില്ലാത്ത പെൺപിള്ളേരെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു സാധാരണ എങ്ങനെ ഒരു അമ്മയാകണം, ഒരു വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം, നല്ല ഭാര്യയാകണം, എങ്ങനെ ആഹാരം നല്ലപോലെ ഹൈജീനിക്കായിട്ട് പ്രിപ്പയർ ചെയ്യണം, രോഗങ്ങൾ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രഹണി ട്രെയിനിങ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആ ദേശത്ത് ആരുമില്ലായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ വൈദികരും നിങ്ങളും സിസ്റ്റേഴ്സൊക്കെ ചെന്ന് അവരെ
അതിജീവനത്തിന്റെ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഗ്രാമങ്ങളിലെല്ലാം അവർക്ക് സ്കൂളിൽ സ്കൂളുകൾ പോലും ഇല്ല, ഈ വനത്തിലാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് പേരൻസിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിള്ളേരെ എഡ്യൂക്കേഷൻ കൊടുക്കണം, പഠിപ്പിക്കാൻ വിടണം, അങ്ങനെയാണെങ്കിലാണ് നിങ്ങളുടെ അവരുടെ ഭാവി സുരക്ഷിതമാവുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച്. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവർ പറയും ഞങ്ങളുടെ മക്കൾ ഈ ആടുമാടുകൾ മേയ്ക്കാനുള്ളവരാണ്, കാട്ടി പോകുന്നവരാണ് എന്ന് പറയും. പക്ഷേ ഞങ്ങളങ്ങനെ പറഞ്ഞ് എന്നിട്ട് അവരെ പിള്ളേരെ ഞങ്ങളുടെ പള്ളിയോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ കൊണ്ടുവരും. എന്നിട്ട് അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാൻ വിട്ട് അവർ പഠിക്കും. ഇന്ന് ഇപ്പം ഞാൻ 35 വർഷത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ വരുമ്പോൾ ഈ ആഫ്രിക്കയിൽ ഈ ഒറീസയിൽ ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തെല്ലാം എന്തുമാത്രം മാറ്റങ്ങൾ വന്നെന്നും അന്ന് ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന പിള്ളേരെല്ലാം വളർന്നു വലുതായി, അവർക്കും പലർക്കും ജോലിയായി, അതോടൊപ്പം അവരുടെ മക്കളെയും പഠിപ്പിക്കണമെന്നുള്ള ആ ദൃഢനിശ്ചയമുള്ളവരായി തീർന്നിരിക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ വൈദികർ സഭ നൽകിയ വലിയൊരു സംഭാവനയുണ്ട്. അതായത് അജപാലന രംഗത്ത്, സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ മതം മാറ്റുന്നവരായി കാണുന്ന ഒരു പ്രവണത ഇന്ന് കൂടി വരുന്നു. അപ്പം അന്ന് നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മതമല്ലായിരുന്നു വലുത്, മനുഷ്യരായിരുന്നു. അതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. അപ്പം അങ്ങനെ ആ നാളുകളിൽ എന്തെങ്കിലും വെല്ലുവിളികൾ ഇന്ന് കാണുന്ന പോലെ ഉണ്ടായിരുന്നോ അവിടെയുള്ള ആൾക്കാരിൽ നിന്നും? അന്ന് ഇത്രയും വെല്ലുവിളി ഇല്ലായിരുന്നു. മാത്രമല്ല അന്നുണ്ടായിരുന്ന വെല്ലുവിളി ഇവരെ ബോധവൽക്കരിക്കുന്നത് കൊണ്ട് അവരെ കുടിയാന്മാരായിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ട് വെച്ചുകൊണ്ടിരുന്ന ലാൻഡ് ലോഡ്സാണ് ഞങ്ങൾക്കെതിരായി കൊണ്ടിരുന്നത്. മതവുമായിട്ടുള്ള ബന്ധത്തിലല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഇപ്പോഴായാലും അന്നായാലും ഈ മതപരിവർത്തനം എന്ന വാക്ക് തന്നെ തെറ്റാണ്. ഒരിക്കലും നമ്മളത് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഞാനൊരു മാമോദിസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അക്രൈസ്തവനല്ല കൊടുക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വാസം സ്വീകരിച്ച, നമ്മൾ വേണമെങ്കിൽ ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്രിസ്തു ഭക്തനെയാണ് അവരൊരു ക്രിസ്തു ഭക്തരായി തീർന്നു. ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി അവർ നമ്മൾ ഈ കൂടുതൽ അറിയണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അവർ യേശുവിനെ കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം അവർ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ക്രിസ്തു ഭക്തരായിത്തീരുന്നു. അങ്ങനെ ക്രിസ്തു ഭക്തരായവർ ഇവർ കൂതാശകൾ സ്വീകരിക്കാൻ ഒരുക്കമായി അല്ലെങ്കിൽ റെഡിയായെന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ കൂതാശകൾ കൊടുക്കുന്നത്. അതല്ലാതെ വഴിയെ പോകുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മാമോദിസ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മതപരിവർത്തനം എന്ന വാക്കിന് അർത്ഥമില്ല. കാരണം അത് അവിടെ ഒരു മനുഷ്യനും ആരെയും നിർബന്ധിച്ചാക്കുന്നില്ല. അവിടെ നടക്കുന്നത് അവർ തന്നെ ക്രിസ്തു ഭക്തരായി തീർന്ന് കഴിയുമ്പോൾ അവരാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ ആവശ്യപ്പെടുമ്പോഴും അവർ യഥാർത്ഥ ക്രിസ്തു ഭക്തരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് 3-4 വർഷം അവരെ നിങ്ങൾ ഈ ക്രിസ്തു ഭക്തനായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. അതായത് ചെയ്തു വരുന്നു. സഭയിലെ ഒരു വൈദികനോ സിസ്റ്റേഴ്സോ ഒരു വ്യക്തിയെ പോലും നിർബന്ധിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും. നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ, സ്നേഹപൂർവ്വമായ ഇടപെടലുകളിലൂടെ അവർ ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അവരുടെ ഇഷ്ടപ്രകാരമാണ് അവർ മുന്നോട്ട് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ പ്രവർത്തിച്ച ആ ആദിവാസി ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ പരിചയമുള്ളവരെല്ലാവരും വന്നിട്ട് പറയും, പിതാവേ, അന്ന് പിതാവുടെ അച്ഛനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ആ വിദ്യാഭ്യാസമാണ് ഞങ്ങളെ മനുഷ്യരാക്കിയത് എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ എത്യോപ്യയിൽ ബിഷപ്പായിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവധിക്ക് വേണ്ടി ചെന്നപ്പോൾ ഈ ഇടവകയിൽ എന്നെ ഒരു മീറ്റിംഗ് അല്ല, ഒരു ഇടവക തിരുനാൾ പോലെയുള്ള ഒരു അവസരത്തിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ കുർബാന എല്ലാം വേണ്ടി ചെന്നു. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ഞാൻ പിതാവ് ഇവിടെ ഹോസ്റ്റൽ ഇൻചാർജായിരിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയാണ്, പിതാവ് ഓർക്കുന്നില്ലായിരിക്കും, ഒരു ദിവസം ഞാൻ കിടക്കുന്ന മുറിയിൽ പായയിൽ കിടന്ന് ഞാൻ മൂത്രം ഒഴിച്ചിട്ട് പിതാവ് എന്നെ വഴക്ക് പറഞ്ഞ് എൻ്റെ ചെവിക്ക് പിടിച്ചു. അത് ഞാൻ ഇന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ
അങ്ങനെയുള്ള എൻ്റെ ദുശീലം മാറ്റി ഞാൻ നല്ലവനായി തീർന്നു, പഠിക്കാൻ ഉത്സാഹം തന്നുകൊണ്ട് ഞാൻ പഠിച്ചു, ഇന്ന് എനിക്കൊരു ജോലിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പിതാവ് ആഫ്രിക്കയിലെ പ്രവർത്തിക്കുന്നത് അറിഞ്ഞു, അതുകൊണ്ട് പിതാവിനെ സഹായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു എൻവലപ്പിൽ കുറച്ച് പൈസയായിട്ട് കൊണ്ടുതന്ന് എനിക്ക് തരികയാണ് ചെയ്തത്, കാണിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ആ ഗ്രാമങ്ങളിൽ ചെന്ന് കാണുമ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ, അവർക്ക് വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ, അവർ വളർന്നിരിക്കുന്നത്, അവർ പലരും ഗവൺമെൻറ് ജോലിക്കാരായിരിക്കുന്നത്, അവർ പലരും വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ തന്നെ ഇന്ന് അവർക്ക് അന്ന് മാതാപിതാക്കൾക്ക് ഒട്ടും തന്നെ മക്കളെ പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാണ്ട് ഇരുന്നെടുത്ത് ഇന്ന് എല്ലാവരും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ കാണുവാനായിട്ട് കഴിയും. പിതാവ് തിരിച്ച് നമുക്ക് എത്യോപ്യയിലേക്ക് വരാം. അപ്പം പിതാവ് തിരിച്ച് എത്യോപ്യയിൽ വന്ന് അവിടെ വൈദികർക്ക് പരിശീലനം കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെടുകയാണ്. ആ അനുഭവം എങ്ങനെയായിരുന്നു? പുതിയ ഒരു സംസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1990 എന്നെ എത്യോപ്യയിലേക്ക് വിടുന്നത്. ഞാൻ അവിടെ ചെന്നു, മൈനസെമിനാരിൽ ചെന്നു. ആദ്യം അവിടുത്തെ ഭാഷയും അവിടുത്തെ ആഹാര രീതി, അവിടുത്തെ സംസ്കാരം എല്ലാം തന്നെ വ്യത്യാസമാണ്. ഈവൺ കാലാവസ്ഥ തന്നെ വളരെ വ്യത്യാസമാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്, അങ്ങനെയുള്ളിടത്താണ്. പക്ഷെ അവിടെ ചെന്നു ഇതെല്ലാമായിട്ട് പരിചയപ്പെടാൻ ശ്രമിച്ചു. പിന്നെ ചെറുപ്പമായിരുന്നുകൊണ്ട് ഭാഷ പെട്ടെന്ന് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ അവരുടെ ഭാഷ പഠിച്ചു. അതുപോലെ തന്നെ സെമിനാരിയിൽ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഏത് വർഷം വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ആദ്യം മൈനസ് സെമിനാരിയിൽ 1990 തുടങ്ങി 92 വരെയും പഠിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു. ആഭ്യന്തരം വന്ന് കൊടുമ്പിരി കൊണ്ടു. അവിടുത്തെ ഗവൺമെൻറ്റിനെ റബൽ പട്ടാളക്കാർ തുരത്തി അവരെ തോൽപ്പിച്ചു. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനായിരിക്കുന്ന സമയത്തെല്ലാം യുദ്ധത്തിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഇരുവശത്തും ഗവൺമെൻറ് പട്ടാളവും റബൽ പട്ടാളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പീരങ്കികളും വെടിയുണ്ടോളും പായിച്ച് വെടിവെക്കുന്ന ആ ഒരു സാഹചര്യം വന്ന് പെട്ടുപോയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂറുകളോളം ഞങ്ങൾ ഈ വെടിയുണ്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനും സെമിനാരിയൻസും അച്ഛന്മാരെല്ലാം ഈ ഇഷ്ടികയും ബ്ലോക്കറ്റൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ മറയിൽ പോയി ഞങ്ങൾ കമഴ്ന്ന് കിടന്നു. കാരണം ഈ ബോംബ് വന്ന് കെട്ടിടത്തിന് മുകളിൽ വീണ് എല്ലാവരും മരിച്ചു എന്നുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചക്കാലം ഈ റബൽസിൻ്റെ കീഴിലായിരുന്നു. അവർ നല്ല ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ആ പ്രതിസന്ധിയെ അതിജീവിച്ചത്? ഇത് നേരിട്ട് അനുഭവിച്ച സമയത്ത് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, ദൈവമേ ഇവിടെ കിടന്ന് മരിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ധൈര്യം വന്നു. പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ജീവൻ ഇവിടെയുള്ള ജനങ്ങളുടെയും ഇവിടെയുള്ള മറ്റച്ഛന്മാരുടെയും പ്രദേശത്തിനേക്കാളും കൂടുതൽ വിലപ്പെട്ടതല്ല. ഇവരിൽ ഒരാളാകാൻ വേണ്ടിയാണ് ദൈവനെ വിളിച്ചതെങ്കിൽ അങ്ങനെ തന്നെ ദൈവഹിതം സംഭവിക്കട്ടെ. ഞാൻ ഇവിടെ ആയിരിക്കും, ഞാൻ ഉൾക്കൊണ്ട്. എല്ലാവരും മറ്റു വിദേശികളെല്ലാവരും തന്നെ ഈ യുദ്ധം കണ്ടുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അവിടുന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും എംബസികൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് ഈ രാജ്യത്ത് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വരിക, ഞങ്ങൾ പ്ലെയിൻ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന ഒരു കൂട്ടർ അച്ഛന്മാരും സിസ്റ്റേഴ്സും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും തന്നെ ടീച്ചേഴ്സ് തുടങ്ങി എല്ലാവരും തന്നെ സ്ഥലം വിട്ടു. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിന്നു. ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കാലത്തോളം ഇവരുടെ കീഴിലായിരുന്നു. എപ്പോഴാണ് ഈ വിമാനം വന്ന് ബോംബിടുന്ന അറിയത്തില്ല. പകല് ഈ പിള്ളേരും കൂട്ടിക്കൊണ്ട് പോയി വനത്തിൽ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട്, കാരണം ബോംബിടുമെന്നുള്ളതുകൊണ്ട്. രാത്രി തിരിച്ചു വന്നു, അങ്ങനെയുള്ളതുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ചിന്തിച്ചത് ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത് എന്നും ദൈവത്തിന് അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല, ഇതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കും, ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്നുള്ള വിധത്തിൽ. അതോടൊപ്പം തന്നെ ഒരു ഇടയൻ എന്ന നിലയ്ക്ക് ആടുകളെ ഇട്ടിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നുള്ള ക്രിസ്തുവിന്റെ ആ ഒരു ഇടയ ദൗത്യം കൂടിയാണ് അതിനിടയിൽ പിതാവ് ഒരു പക്ഷേ സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്നെപ്പോലെ തന്നെ എൻ്റെ ജീവനെപ്പോലെ തന്നെ വിലയുള്ളതാണ് മറ്റുള്ളവരുടെ ജീവനും. അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എങ്കിൽ ഞാൻ എന്തിനു ഓടി രക്ഷപ്പെടണം എന്ന ചിന്തയായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ് പിതാവ് പങ്കുവച്ചത്. ഇതിനിടയിൽ ഒരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്. പിതാവ് ഇതിനിടയിൽ റോമില് അഞ്ജലിക്കൻ യൂണിവേഴ്സിറ്റിയിൽ മോറൽ തിയോളജി ഡോക്ടറേറ്റ് അതിനുശേഷമാണ് സംഭവിച്ചത്. പിന്നീട് അപ്പോൾ ഞാൻ 2 വർഷം മൈനസ് സെമിനാരി കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് യുദ്ധം എല്ലാം വന്നു. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ മൂന്നാമത്തെ വർഷം ഈ ആഡിസബ ഈ മൈനസ് സെമിനാരി ആഡിസബാബ ക്യാപിറ്റൽ സിറ്റി 120 കിലോമീറ്റർ ദൂരെ ആംബോ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ആഡിസബാബയിൽ സെമിനാരിൽ പഠിപ്പിക്കാൻ വേണ്ടി കുറേ മിഷണറീസൊക്കെ ഉണ്ടായിരുന്ന യുദ്ധ സമയത്ത് അവർ തിരിച്ചു പോയി. അവിടെ ആവശ്യത്തിനുള്ള അച്ഛന്മാരില്ലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് എന്നോട് അവിടുത്തെ റെക്ടർ അച്ഛൻ ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊവിൻഷ്യാളും ആവശ്യപ്പെട്ടു, ഏതെങ്കിലും വിഷയം സെമിനാരിൽ വന്ന് ഒരു പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മൈനർ സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഷം തന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ 2 ദിവസത്തേക്ക് ആഡിസബാബയിൽ പോയി, അതും ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ ചെന്ന് സെമിനാരിൽ ഇറങ്ങി സെമിനാരി പഠിപ്പിച്ച് രണ്ട് ദിവസം പഠിപ്പിച്ചിട്ട് 2-ാം ദിവസം വൈകിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നത് മോറൽ തിയോളജി ആയിരുന്നു. ആ മോറൽ തിയോളജി ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ വർഷം അവരെ മോറൽ തിയോളജി പഠിപ്പിച്ചപ്പോൾ സ്റ്റുഡൻസിനെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു, അവർക്കെല്ലാവർക്കും നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റുഡൻസ് തന്നെ ആവശ്യപ്പെട്ടു, ഈ അച്ഛൻ ഫുൾ ടൈമായിട്ട് ഇവിടെ പഠിപ്പിക്കണം, ഈ അച്ഛൻ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നോട് പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു, ഓക്കെ എന്നാൽ മൈനർ സെമിനാരിൽ നമ്മൾ വേറെ ആരെങ്കിലും ആക്കാം, അച്ഛൻ ആഡിസഭയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് എന്നെ ആഡിസഭയിലേക്ക് വിളിച്ചു. ആ കൂട്ടത്തിൽ നെക്കംത്തെ എന്ന രൂപതയിലെ സെമിനാരിയൻസ് ഈ വിൻസെൻഷൻ CM സെമിനാരിയൻസ് ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ CM സെമിനാരി ചെറുതായതുകൊണ്ട് നെക്കംത്തിലുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സഫിഷ്യൻറ്റ് സ്ഥലമില്ലാതായി. അപ്പം നെക്കംത്തിലെ ബിഷപ്പ് തീരുമാനിച്ചു നെക്കംത്തിനൊരു സ്റ്റഡി ഹൗസ് വേണം ഈ സെമിനാരിയോട് ചേർന്നത്. അങ്ങനെ ഞങ്ങളുടെ CM പ്രൊവിൻഷ്യാലിനെ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ ഒരു ഇന്ന സ്ഥലത്ത് സെമിനാരി തുടങ്ങണം, അതിനുവേണ്ടി ഒരു ഫോർമാറ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഈ ഞങ്ങളുടെ പ്രൊവിൻഷ്യാലച്ഛൻ എന്നെ നെക്കംത്ത് സെമിനാരിയുടെ അതായത് സ്റ്റഡി ഹൗസിൻ്റെ റെക്ടറായിട്ട് അവിടെ നിയമിച്ചു ആഡിസബാബയിൽ. ഞാൻ അവിടെ ആഡിസബയിൽ ആയിരുന്നിട്ട് പിന്നെ സെമിനാരി പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് പിന്നെ ഫുൾ ടൈമായിട്ട് ആ വർഷം പഠിപ്പിക്കാൻ അധികം പേരില്ലാത്തതുകൊണ്ട് ഞാൻ മോറൽ തിയോളജി, കാനൺ ലോ, ചർച്ച് ഹിസ്റ്ററി, ഹോമിലറ്റീസ് 4 വിഷയം ഞാൻ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോടും അതുപോലെ തന്നെ അവിടുത്തെ റെക്ടറോടും എന്നെ പ്രൊവിൻഷ്യാലിനോടും പറഞ്ഞു, ഞാൻ BTH മാത്രമേ എടുത്തിട്ടുള്ളൂ, എനിക്ക് സെമിനാരി പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, ഇങ്ങനെ തുടർന്ന് പഠിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് തുടർന്ന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു തീർച്ചയായിട്ടും, കാരണം അച്ഛൻ പഠിപ്പിക്കുന്നത് ഈ രീതിയിൽ പഠിപ്പിച്ചിട്ട് പോലും സ്റ്റുഡൻസിന് വളരെ സന്തോഷമാണ്, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രൊവിൻഷ്യൽ അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്നോട് 2 വർഷത്തേക്ക് റോമിൽ പോയി മോറൽ തിയോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് 1995 വരെ അവിടെ റെക്ടറായിട്ട് സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അഞ്ചുലകത്ത് ഡോക്ടറേറ്റ് ചെയ്തോ? ഇല്ല, ഞാൻ ലൈസൻസ്. പിന്നെ അതിനുശേഷം ദൈവത്തിൻ്റെ പരിപാലന എന്നോണം 2013 നെക്കംത്തെ രൂപതയിൽ തന്നെയാണല്ലോ പിതാവിനെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവായിട്ട് നിയോഗിക്കുന്നത്. ആ നിയോഗത്തെ എങ്ങനെ കാണുന്നു? ഞാൻ ആ സമയത്ത്, അതായത് വീണ്ടും ഞാൻ തിരിച്ചു പോയി 97, അത് കഴിഞ്ഞ് 2002 വരെ ഞാൻ അവിടെ സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 2002 തിരിച്ച് ഇന്ത്യയിൽ പോയി. ആദ്യം കുറച്ച് നാൾ ഞാൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യാലായിരുന്നു. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ എന്നെ അസിസ്റ്റൻറ്റ് ജനറലായിട്ട് എലക്ട് ചെയ്ത് ഞാൻ റോമിൽ ക്യൂരിയയിലായിരിക്കുമ്പോഴാണ് എന്നെ പ്രപ്പാന്തഫീദിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എത്യോപ്യയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, അവിടെ മിഷണറി ആയിരുന്നു, അവിടെ ഇന്ന രൂപതയുടെ ഒരു സ്റ്റഡി ഹൗസിൽ റെക്ടറായിരുന്നു, ഇന്നിപ്പോൾ അവിടെ ഒരു ബിഷപ്പിന് ആവശ്യമാണ്, അവിടുത്തെ അന്ന് ആ രൂപതയിലെ ഭൂരിഭാഗം അച്ഛന്മാരും അച്ഛൻ്റെ സ്റ്റുഡൻസാണ്, ഫോർമർ സ്റ്റുഡൻസാണ്, അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അച്ഛനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എന്തിനാണ് എന്നെ നിയമിക്കുന്നത്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാൻ അവിടുന്ന് വന്നിട്ട് 10-11 വർഷത്തോളമായി, ഇപ്പം എന്നെ വീണ്ടും എങ്ങനെയാണ് എത്തിയോട് തിരിച്ചയക്കിയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അവരാവശ്യപ്പെട്ടു. ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ല, അവർ തന്നെ ആവശ്യപ്പെട്ടു, ഞങ്ങൾ റെഡി ആയിട്ടില്ല, ഞങ്ങൾക്ക് ഒരു ടൈമും കൂടെ അതുകൊണ്ട് വേറെ ഉണ്ടായിരുന്ന മെത്രാന്മാർ ഹോളണ്ടുകാരായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹോളണ്ടുകാർ ആരും ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഒരു ഹോളണ്ടുകാരനായിരിക്കണം അല്ലെങ്കിൽ എത്യോപ്യനായിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും അങ്ങനെയാണ് ചിന്തിച്ചു, ഇനി ഹോളണ്ടുകാരും ഇല്ല, ഇനി വിദേശികളാരും കിട്ടുകയില്ല, രണ്ടാമത് എത്യോപ്യക്കാരാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ അവരാരും മാച്യൂരിറ്റി ആയി വളർന്നവരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കുറച്ച് നാളും കൂടെ വേറൊരു ബിഷപ്പിനെ, പുറത്തുനിന്നുള്ളൊരു ബിഷപ്പിനെ തരിക എന്ന് പറഞ്ഞിട്ട് അവരാണ് അച്ഛൻ്റെ പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനിൽ നിന്ന് ഒത്തിരി മിറാക്കിൾസ് ഒന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചെല്ലുക, അവരെ ഒരുമിച്ച് ചേർക്കുക, അവരെ ഒന്ന് നവീകരിക്കുക, രൂപതയെ ഒന്ന് സെറ്റപ്പ് ചെയ്യുക, ഓർഡറിലാക്കുക, അതുപോലെ തന്നെ ഭാവിയിൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സക്സസറെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് തമാശയായിട്ടാണെങ്കിൽ അന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ 75 വയസ്സ് വരെയൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല, ഒരു 10 വർഷം കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു, ശരി ഇപ്പം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ 10 വർഷം അവിടെ 10 വർഷം അവിടെ. അതിനുശേഷമാണ് പുതിയ നിയോഗം വന്നത്. വന്നത് ഒറീസയിൽ
ഈ 10 വർഷം തീരാറായി. ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പം സ്റ്റുഡൻസ് എല്ലാം അച്ഛന്മാർ ഭൂരിഭാഗം എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ സന്തോഷത്തിനെ സ്വീകരിച്ചു. അവരെല്ലാം യൂണിഫൈ ചെയ്ത് അതുപോലെ ഒരു പിതാവിനെ പോലെ അവരെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്ന ഒരു സക്സസറെ കണ്ടെത്തണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചിലർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം, ഇന്ന വിധത്തിലായിരിക്കണം, ലീഡർഷിപ്പിന് റെഡി ആയിരിക്കണം, അതിനൊരുങ്ങണം, അതിനുവേണ്ടി നിങ്ങളായിരിക്കും എല്ലാം നോക്കുക എന്നൊക്കെ പറഞ്ഞ് 1-2 പേരെ ഒരുക്കി. അതിനുശേഷം ഈ 10 വർഷം തയ്യാറായപ്പോൾ ഞാൻ അപ്പസ്റ്റോലിക് നുൻസിയോ വഴി പ്രബന്ധവിധനെ അറിയിച്ചു, ഞാൻ 10 വർഷം തയ്യാറാണ്, എൻ്റെ ദൗത്യം നിർവഹിച്ചു, ഇനി ഒരു എത്യോപ്യക്കാരനാകട്ടെ, ഞാൻ റിട്ടയർ ചെയ്ത് എവിടെയെങ്കിലും പോയി ഒരു പാരിഷ് പ്രീസ്റ്റോ അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഡയറക്ടറോ ആയിട്ട് ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം, അതുകൊണ്ട് ഇനി എത്യോപ്യക്കാർക്ക് ഇത് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് റോമിൽ നിന്ന് വന്നു. പിതാവ് അവിടെ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചെല്ലാം ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ റിട്ടയർ ചെയ്യാനല്ല, നിങ്ങളുടെ CM സഭ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിൽ ഒറീസയിലെ ഒരു രൂപതയിൽ ബിഷപ്പ് മരിച്ചിട്ട് 4 വർഷമായി, ഇതുവരെ ഒരു ബിഷപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബിഷപ്പിനെ അങ്ങോട്ട് വിടാനാണ്. ബിഷപ്പ് തുടക്കത്തിൽ ഒറീസയിലായിരുന്നല്ലോ, അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭാഷ അറിയാലോ, അപ്പോൾ അതുകൊണ്ട് ഒറീസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2013 എന്നെ ഒറീസയിൽ ഇപ്പോഴത്തെ രൂപതയായ ബാലേശ്വർ 2013 അല്ല 2023 പിതാവ് 2023 തിരിച്ച് ഒറീസയിൽ പുതിയ പിതാവായിട്ട് ചെല്ലുമ്പോൾ അവിടെ പുഷ്പിച്ച പൗരോഹിത്യമാണ് അങ്ങയുടേത്. അവിടെ വളർന്നു വന്ന ഒരു തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ അനുഭവം എങ്ങനെയായിരുന്നു, ചുരുക്കി പറയാം? തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ മിഷൻ ഒറീസ ആയതുകൊണ്ട് ഒറീസ മിഷൻ എനിക്ക് വളരെ സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു. കാരണം അവിടുത്തെ അതല്ല. പക്ഷേ 10-31 വർഷത്തിന് ശേഷം പോകുന്നത്, അത് വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ദൈവനിയോഗമാണെങ്കിൽ ഇവിടെ തന്നെ എൻ്റെ അതായത് ഞാൻ ചെറുപ്പത്തിൽ പ്രവർത്തിച്ച അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷത്തോടെ ഞാൻ ചെന്നു. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഭാഷ മറന്നിട്ടുണ്ടായില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഭാഷ ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പോഴും നല്ലപോലെ എനിക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. അവിടുത്തുകാരും ഞാൻ ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഭാഷ അറിയുന്ന ആളായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ആദ്യത്തെ കുർബാന ചൊല്ലിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എനിക്ക് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമാണ്. അതുപോലെ തന്നെ എനിക്ക് ഭാഷ അറിയാവുന്നത് കൊണ്ടും പിന്നെ ഏകദേശം സംസ്കാരങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഉള്ള രൂപതയിൽ വൈദികരായാലും സമർപ്പിതരായാലും വളരെ കൊളാബറേറ്റീവാണ്, അവരും വളരെ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തുടക്കത്തിലുള്ള വർഷങ്ങളിലെല്ലാം എനിക്ക് നിർദ്ദേശങ്ങൾ തരികയും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഇതെല്ലാം ഉത്സാഹം തരികയൊക്കെ ചെയ്തവരാണ്. അതുകൊണ്ട് അവരൊരുമിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വപ്നങ്ങളോ അതല്ലെങ്കിൽ എൻ്റെ പ്ലാനുകളോ കൊണ്ടല്ല വരുന്നത്, ഇവിടെ നിങ്ങളെ സ്വീകരിച്ച് നിങ്ങളെ ശ്രവിച്ച് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുവനായി ജീവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്ന് ഇപ്പോൾ പോവുകയാണ്. ഒത്തിരി വെല്ലുവിളികളുണ്ട്. എത്യോപ്യയിലായിരുന്നപ്പോൾ അതിൻ്റേതായ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇവിടെ അതിൻ്റെ വെല്ലുവിളി ചിലപ്പോഴെല്ലാം എൻ്റെ മനസ്സിലും തോന്നിയിട്ട് ചിലരെല്ലാം എന്നോട് പറയുകയുണ്ടായി. അതായത് മലയാളത്തിലുള്ള പഴഞ്ചൊല്ലുണ്ട്, വറകലത്തിൽ നിന്ന് അടുപ്പിലേക്ക് എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ അവിടെ വളരെയധികം വെല്ലുവിളി, പ്രത്യേകിച്ച് ഈ റബൽസിൻ്റെ എല്ലാം അറ്റാക്കും അതുപോലെ തന്നെ ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്നു എത്യോപ്യയിൽ. പക്ഷെ ഇപ്പോൾ ചെല്ലുന്നിടത്ത് ഇപ്പോൾ നമുക്ക് വ്യത്യസ്ത രീതിയിൽ അന്നുള്ള ഒറീസ അല്ല ഇന്ന് വളരെയധികം ഫണ്ടമെന്റലിസ്റ്റും അതുപോലെ തീവ്രവാദികളും പോളറൈസ്ഡ് ആയി നമ്മളെ വേറെ വിധത്തിൽ നോക്കി കാണുന്നു, അവർക്കൊരു ത്രെട്ടായിട്ട് കാണുന്നു. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഡിസ്പെൻസറീസൊക്കെ സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് അവർ ഇപ്പോൾ നിയമങ്ങളുണ്ടാക്കി ഒരു ഫുൾ ഡോക്ടർ ഇല്ലാതെ റൺ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ഗ്രൂപ്പ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഇപ്പോൾ ഈ ബാലേശ്വർ രൂപതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, കുറച്ച് വർഷങ്ങൾക്കും 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റെയിനെയും 2 മക്കളെയും ചുട്ടുകരിച്ചത് ഈ രൂപതയിൽ വെച്ചാണ്, ഈ രൂപതയിലാണ്. അതുപോലെ തന്നെ എൻ്റെ രൂപതയിലുള്ള ഒരു അച്ഛനായിരുന്നു അരുൾദോസ് എന്ന് പറഞ്ഞ അച്ഛനെ അമ്പുംവില്ല, അതായത് ഒരു ഗ്രാമത്തിൽ പോയി. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിറ്റേ മാസം തന്നെ അദ്ദേഹത്തിൻ്റെ വധിക്കപ്പെട്ട അല്ലെങ്കിൽ മാർട്ടിർ രക്തസാക്ഷിയായ അവിടെ ചെന്ന് മണ്ഡപത്തിൽ ചെന്ന് ഞാൻ ദിവ്യ അർപ്പിച്ചു. ഇപ്പോൾ എല്ലാ വർഷവും പോയി അവിടെ പോയി കുർബാന ചെല്ലും. അത് ഇപ്പോൾ 26 വർഷമായി അത് മരിച്ചിട്ട്. അപ്പോൾ അക്കിനെല്ലാം സംഭവിച്ച സ്ഥലമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളികളുണ്ട്. ഇപ്പോഴും നമ്മുടെ അച്ഛന്മാരെയും
അതുപോലെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ഇവർ ആ വിധത്തിൽ കാണുകയും ചിലപ്പോഴൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും നിങ്ങൾ എങ്ങനെയാണ് പോണേ, നിങ്ങൾ മതപരിവർത്തനം പോയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാനിപ്പോൾ എൻ്റെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനോടൊക്കെ പറയാറുള്ളത്, ഈ വെല്ലുവിളികൾ പുതിയതല്ല, യേശുവിൻ്റെ സമയത്ത് തന്നെ തുടങ്ങിയതാണ്. പത്രോസിനെയും യോഹന്നാനെയും അവർ പിടിച്ചു കെട്ടി കലകത്തിൽ അടച്ച് ചാട്ടവാറിനെ അടിച്ചിട്ട് പറഞ്ഞു, ഇനി യേശുവിൻ്റെ നാമത്തിൽ ഒരക്ഷരം പോലും മിണ്ടിപ്പോയെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കേട്ടതും പ്രഘോഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കണോ ദൈവത്തെ അനുസരിക്കണോ എന്ന്. അപ്പോൾ ഞാൻ അച്ഛന്മാരോട് എല്ലാം പറയുന്നത്, വെല്ലുവിളി എവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാകും. നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നില്ല. നേരത്തെ മറ്റുള്ളവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പോലെ ആരുടെ അടുത്ത് ഓടിച്ചെന്നിട്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നു അവരോട് ആവശ്യപ്പെടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജനങ്ങളെ, എൻ്റെ അജപാലനത്തിൻ്റെ കീഴിലുള്ള എല്ലാവരെയും അവർക്ക് വേണ്ട അജപാലനം കൊടുക്കുക. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരും നമ്മുടെ ശുശ്രൂഷകൾ എല്ലാവർക്കും കിട്ടുന്നു. പക്ഷേ ആത്മീയ ശുശ്രൂഷ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ളവർക്ക്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്, മറ്റേ ഹെൽത്ത് ആരോഗ്യ മേഖലയിലുള്ളത്, സോഷ്യൽ വർക്കിലുള്ളത്, അതുപോലെ പലപ്പോഴും ഈ സ്ഥലം ഈ എന്നാ പറയുന്നത് പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കാറുള്ളതാണ്. പല പ്രാവശ്യം അപ്പോഴെല്ലാം ഈ നമ്മുടെ രൂപതയാണ് മുൻകൈ എടുത്ത് അവിടെ എല്ലാം ചെന്ന് പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെയാണ് അവരെ പ്രവർത്തിക്കുന്നത്. അത് സാധാരണ ആൾക്കാർക്ക് അറിയാതെ. പിതാവ്, ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവ് പരിശുദ്ധമ്മ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധ അമ്മയുമായുള്ളൊരു ബന്ധം, ഇതൊരു കൊന്തമാസമാണ്, മരിയൻ മാസം. എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവം മാതാവുമായിട്ടുള്ള ഒരു ബന്ധമൊന്ന് പങ്കുവയ്ക്കാൻ വെച്ചിരിക്കും? ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, എനിക്കും മാതാവിനെ ഒത്തിരി ഇഷ്ടമാണ്, മാതാവിന് എന്നെയും ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ പല കാര്യങ്ങളും നടന്നത് മാതാവിൻ്റെ മാസമായ മെയ് മാസത്തിലാണ്. മെയ് മാസത്തിലാണ് ഞാൻ ജനിച്ചത്, മെയ് മാസത്തിലാണ് എനിക്ക് മാമോദിസ കിട്ടിയത്, മെയ് മാസത്തിലാണ് ഞാൻ വിൻസെൻ്റ് സഭയിൽ അംഗമായി തീർന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും മെയ് മാസത്തോട് ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് മാതാവിനുള്ള ഭക്തി വളരെയധികമുണ്ട്. മാത്രമല്ല, ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി എൻ്റെ സ്വന്തം അമ്മ എന്നെ എളിമ എന്ന പരമപുണ്യം തരണേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷനിൽ തന്നെ ഈ മിറാക്കുലസ് മെഡൽ അപ്പാരിഷൻ കിട്ടിയതും, അതുപോലെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനെ തന്നെ ആ മരിയ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതും ആയതുകൊണ്ട് ഒരു വിൻസെൻഷൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും മാതാവിനോട് വളരെയധികം ഭക്തിയുണ്ട്. ഇപ്പോൾ ഏതൊരു രൂപതയിലായിരുന്നാലും, ഇപ്പോൾ എറ്റിയപ്പിലായിരുന്നപ്പോൾ, ഇപ്പോൾ ബാലേശ്വരം ആണെങ്കിലും ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടാറുള്ളത് മരിയ ഭക്തി തീർച്ചയായിട്ടും ജനങ്ങളെ പഠിപ്പിക്കുകയും എല്ലാ വീടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാം കൊന്ത ചെല്ലാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാറുള്ളതാണ്. തീർച്ചയായിട്ടും മാതാവ് പല വിധത്തിലും എന്നെ നയിക്കുകയും സഹായിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ മാതാവുള്ള വിശ്വാസം തന്നെയാണ് എൻ്റെ സംരക്ഷണം എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ ബാലേശ്വർ രൂപതയിലെ ഗ്രഹാൻസ്റ്റൈനെ കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന, അരുൾദാസ് അച്ഛനെ അമ്പെയ്തു കൊന്ന ആ മണ്ണിൽ നിന്നുകൊണ്ട് 2000 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തു പറഞ്ഞൊരു വചനം ഇന്നും ആ ആത്മീയ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. ആബേലിനും സക്കറിയയെയും കൊന്ന, പ്രവാചകരെ കൊന്ന ആ രക്തത്തിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. തീർച്ചയായും മിഷണറി പ്രവർത്തന മേഖലകളിൽ, അത് ഏതു രാജ്യത്തുമാകട്ടെ, ഭൂഖണ്ഡങ്ങളിലാകട്ടെ, സ്ഥലത്തുമാകട്ടെ, അവിടെ ജോലി ചെയ്യുന്നവർ ജീവനും ജീവിതവും പണയം വെച്ചാണ് ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. പിതാവ് പങ്കുവച്ച ഈ ദൈവാനുഭവത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു നമുക്ക് പ്രിയപ്പെട്ട വർഗീസ് തോട്ടങ്കര പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം വെല്ലുവിളികൾ നിറഞ്ഞ യാത്ര ചെയ്യുന്ന ആ സുവിശേഷ തീർത്ഥമായി മാറിയിരിക്കുന്ന ബാലേശ്വർ രൂപതയിൽ പിതാവിന് വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് നൽകാവുന്ന പ്രാർത്ഥനകളൊക്കെ നമുക്ക് നൽകാം. ഒപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ രൂപതയെ സഹായിക്കുവാനായി പരിശുദ്ധാത്മാവിന് പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ പിതാവിനെ സമീപിക്കുക, പിതാവിൻ്റെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകളാണ് മിഷൻ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ശക്തിയും കരുത്തും.
പിതാവേ, ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഇത്രയും നേരം അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിൽ കാല് ചവിട്ടി മുന്നേറുന്ന അങ്ങയുടെ സാക്ഷി ജീവിതം അനേകർക്ക്, അങ്ങയുടെ രൂപതയിലുള്ള വൈദികരുടെ സിസ്റ്റേഴ്സിൻ്റെ സമർപ്പണ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക.